കഴിഞ്ഞ ദിവസം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പത്തനംതിട്ടയിലെത്തിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഈയിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാലും മറ്റൊരു വനിതാ നേതാവും ചേർന്ന് നൽകിയ ഒരു ഉപകാരം തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന അക്കാമ ചെറിയാന്റെ ഒരു ഛായാചിത്രമായിരുന്നു. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി പോരാടുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രണഭൂമിയിൽ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു അക്കാമ ചെറിയാൻ. സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത BJPയുടെ ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയിൽ അക്കാമ ചെറിയാന്റെ പ്രസക്തി എന്താണെന്ന് ആ ദൃശ്യം കണ്ടപ്പോൾ ഒട്ടും മനസ്സിലായില്ല. ശ്രീമതി പത്മജ വേണുഗോപാലിന് സ്വാഭാവികമായും അക്കാമ ചെറിയാനെ അറിയാം. കുറഞ്ഞ പക്ഷം അവരെ ഈ രാജ്ഭവന്റെ മുന്നിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ അതിന് തൊട്ടു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പ്രൗഢ രൂപം, സ്ത്രീരൂപം, അതാണ് അക്കാമ ചെറിയാൻ. കരുണാകരന്റെ മകൾ അക്കാമ ചെറിയാനെ അറിയാത്തവരില്ല. പക്ഷെ അനിൽ ആന്റണി ആ വേദിയിലുണ്ട്. അദ്ദേഹം ഈയിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന ആളാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ പറ്റി നരേന്ദ്രമോദി പറഞ്ഞത് അതിമിടുക്കനാണെന്നാണ്, സമർത്ഥനാണെന്നാണ്. അദ്ദേഹത്തെ പോലുള്ളവരുടെ കൈകളിലാണ് ഇനി കേരളത്തിന്റെ ഭാവി എന്നൊക്കെയാണ് മോദിജി പറഞ്ഞത്. ശരിയായിരിക്കാം, നടക്കട്ടെ. അദ്ദേഹത്തിന് അക്കാമ ചെറിയാനെ അറിയണമെന്നില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ല സ്കൂളുകളിൽ പഠിച്ച്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച്, സ്റ്റാഫേർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും തൻ്റെ അച്ഛൻ പ്രഗത്ഭനായ AK ആന്റണി അദ്ദേഹത്തിൻ്റെ നിഴലിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് ആഗ്രഹിക്കുകയും അത് കിട്ടാതെ പോയപ്പോൾ BJP മുന്നോട്ട് വെച്ച ശീതള സമൃദ്ധമായ ഒരു പുതിയ താവളത്തിലേക്ക് ചേക്കേറുകയും ചെയ്ത ഒരാളാണ് അനിൽ ആന്റണി. അദ്ദേഹം അക്കാമ ചെറിയാനെ അറിയണമെന്നില്ല, അറിയാതിരിക്കുന്നത് ഒരു തെറ്റുമല്ല. നേരത്തെ പറഞ്ഞ പോലെ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാവാണ്. സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം പാർട്ടി അനുവദിച്ചിരുന്നില്ല. അത്തരം രാജ്യങ്ങളിലൊക്കെ, തിരുവിതാംകൂർ, കൊച്ചി പോലുള്ള രാജ്യങ്ങളിൽ മറ്റു പേരുകളിലാണ് കോൺഗ്രസ് അനുഭാവികൾ പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു, കൊച്ചി രാജ്യത്തത് പ്രജാമണ്ഡലമായിരുന്നു. അതേസമയം മലബാറിലാവട്ടെ ബ്രിട്ടീഷ് ഭരണത്തിലുള്ള മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അവിടെ അനുവദിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ. സ്റ്റേറ്റ് കോൺഗ്രസും CPയുമായി വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഒപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ദളിതുകളുടെ, പിന്നോക്കക്കാരുടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയുള്ള പോരാട്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ ഓരോ പ്രസിഡന്റുമാരെ നിയോഗിക്കും. അപ്പൊ തന്നെ അവരെ CP അറസ്റ്റ് ചെയ്യും, ജയിലിലാക്കും, പൂജപ്പുര ജയിലിലാക്കും. പട്ടംതാണമുള്ള അടക്കമുള്ള നേതാക്കള് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ 1938 ഒക്ടോബർ 23 മഹാരാജാവിന്റെ ആട്ടത്തിരുന്നാൾ, പിറന്നാളാണ്. ആ ദിവസം എത്തി. ആ ദിവസം മഹാരാജാവിനെ കണ്ട് വിപുലമായ ഒരു നിവേദനം സമർപ്പിക്കാൻ, ഉത്തരവാദ ഭരണം അനുവദിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം. അപ്പോൾ കുട്ടനാട് രാമകൃഷ്ണപിള്ളയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ്. ഇങ്ങനെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാരെ ഡിക്റ്റേറ്റർമാരെന്നാണ് വിളിക്കുക. അവർക്ക് എന്ത് തീരുമാനമെടുക്കാനും
പാർട്ടിയെ ഏത് രീതിയിൽ നയിക്കാനുമുള്ള ഒരു അധികാരമുണ്ട്. കാരണം അന്ന് പാർട്ടിക്ക് ഒരു കമ്മിറ്റി ചേരാനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. നേതാക്കന്മാര് മിക്കവരും ജയിലിലാണ്. അപ്പൊ കുട്ടനാട് രാമകൃഷ്ണപിള്ള ഡിക്റ്റേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ആട്ടത്തിരുന്നാൾ വരുന്നു. അന്ന് മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. കുട്ടനാട് രാമകൃഷ്ണപിള്ളയെയും CPI പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിലെ കരിപ്പാപ്പറമ്പിൽ കുടുംബത്തിൽപ്പെട്ട അക്കാമ്മ ചെറിയാനെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഡിക്റ്റേറ്ററായിട്ട് നിയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ഡിക്റ്റേറ്റർ തിരുവനന്തപുരത്തെത്തി ചുമതലയേൽക്കുകയാണ് പതിവ്. അപ്പോ ഇവർ കാഞ്ഞിരപ്പള്ളിക്കാരിയാ. കോട്ടയം വഴി, തിരുവല്ല വഴി, ചങ്ങനാശ്ശേരി വഴി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഉറപ്പായിട്ടും ഈ യാത്രയിൽ എവിടെ വെച്ചെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യും പോലീസ്. തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള യാത്ര അപകടകരമാണ്. അതുകൊണ്ട് അവര് ചെന്നൈയിലെത്തി മുതിര വഴി തെങ്കാശിയും ചെങ്കോട്ടയും കടന്ന് കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് വരിക. അപ്പോ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തീവണ്ടി നിറയെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. അങ്ങനെ അവർ തെങ്കാശി ചെങ്കോട്ട വഴി കൊല്ലത്ത് വന്ന് അവിടുന്ന് തിരുവനന്തപുരത്തെത്തി 23-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകളുടെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രകടനം നയിക്കുകയാണ്. ഓവർബ്രിഡ്ജിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചവര് കിഴക്കേക്കോട്ട എത്തി. കിഴക്കേക്കോട്ട കടന്ന് വെട്ടിമുറിച്ച കോട്ടയിൽ എത്തി. അതിനുള്ളിലാണ് രാജാവുള്ളത്. അന്ന് രാജാവും കുടുംബവും താമസിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലാണെങ്കിലും ആട്ടത്തിരുന്നാൾ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹവും ബന്ധുമിത്രാദികളും തെക്കേ തെരുവിലുള്ള കോട്ടയ്ക്കുള്ളിലുള്ള തെക്കേ തെരുവിലെ കൊട്ടാരത്തിലായിരിക്കും ഉണ്ടാവുക. ദിവാനും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. അവിടെ എത്തി രാജാവിനെ കാണുക, നിവേദനം സമർപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി. ഈ പ്രകടനം വെട്ടിമുറിച്ച കോട്ടയുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ രണ്ടുവരിയായി നിരന്നു നിന്നിരുന്ന സായുധരായ പോലീസും തിരുവിതാംകൂർ പട്ടാളവും ചേർന്ന് അവരെ തടഞ്ഞു. മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പോലീസിന്റെ തലവനായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ, കേണൽ വാട്കിസ് എന്ന് പറയുന്ന ഒരാള് അക്കാമ്മ ചെറിയാന്റെ സമീപം വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മഹാരാജാവിനെ കാണണം, നിവേദനം സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ആദ്യം വളരെ മര്യാദയോടുകൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് വളരെ കർശനമായിട്ട് വാട്കിസ് ആവശ്യപ്പെട്ടപ്പോൾ അക്കാമ്മ ചെറിയാൻ പറഞ്ഞു, സാധ്യമല്ല, ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ മഹാരാജാവിനെ കണ്ടതിന് ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോപാകുലനായി അദ്ദേഹത്തിന്റെ ഉറയിൽ കിടന്ന തോക്കെടുത്ത് അക്കാമ്മ ചെറിയാനെ ചൂണ്ടി, ഈ നിമിഷം നിങ്ങൾ ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യും എന്ന് അഹസിച്ചു. അപ്പോൾ അക്കാമ്മ ചെറിയാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ തോക്ക് കാണിച്ച് അത് ചൂണ്ടി നിങ്ങൾക്ക് അവരെ ഭീഷണിപ്പെടുത്താനോ പിന്നാക്കം മാറ്റാനോ സാധിക്കില്ല. നിങ്ങൾക്ക് ഇവരെ പിരിച്ചുവിടണമെങ്കിൽ ആദ്യം ഈ ജനക്കൂട്ടത്തെ നയിക്കുന്ന എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കും. കഴുത്തിലാകെ പുഷ്പഹാരങ്ങൾ കിടക്കുകയാണ്. ആ പൂമാലകൾ മാറ്റിയിട്ട് പറഞ്ഞു, എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വെടിവെക്കാൻ പറഞ്ഞു. ധീരതയോടുകൂടി പറഞ്ഞു. അനിതര സാധാരണമായ ധീരതയോടുകൂടി ഇംഗ്ലീഷുകാരനായ തിരുവിതാംകൂർ പോലീസിന്റെ തലവനോട് അക്കാമ്മ ചെറിയാൻ പറയുകയാണ്. കുറെ നേരം നിന്നതിന് ശേഷം ഭയചകിതനായ വാട്കിസ്, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹം തോക്ക് താഴ്ത്തി ഉറയിലിട്ടു മടങ്ങി. അങ്ങനെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീരോദാത്ത സംഭവത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അക്കാമ്മ ചെറിയാൻ. ഈ അക്കാമ്മ ചെറിയാന്, ഈ സ്വാതന്ത്ര്യ സമര പോരാളിക്ക് BJPയുടെ വേദിയിൽ എന്താണ് പ്രസക്തി? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. BJPക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവർക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാരമ്പര്യമോ പൈതൃകമോ ചരിത്രമോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് അവര് മറ്റു പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കടമെടുക്കും. ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്
പത്തനംതിട്ട പാർലമെന്ററി മണ്ഡലത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് ഒരാളെ സൗകര്യപൂർവ്വം ഒരു അക്കാമ ചെറിയാനെ ഇങ്ങോട്ട് കടമെടുത്തതാ. എന്തോ പി ടി ചാക്കോയുടെ പേര് കേരളത്തിലെ BJPക്കാർ മറന്നുപോയതാണെന്ന് തോന്നുന്നു. അക്കാമ ചെറിയാനോടൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരത്തിൽ നിന്ന കേരളത്തിലെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ നേതാവായിരുന്നു പി ടി ചാക്കോ. വേണമെങ്കിൽ അദ്ദേഹത്തെ ചൂണ്ടിയെടുക്കാമായിരുന്നു. മാത്രമല്ല, പി ടി ചാക്കോയുടെ പകരം ശ്രീ PC തോമസ്, അദ്ദേഹവുമായി BJPക്ക് ഒരു ചില്ലറ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു സ്വതന്ത്ര രൂപത്തിൽ ജയിച്ച് പാർലമെന്റിലെത്തിയ തോമസ് വാജ്പേയി സർക്കാരിൽ കുറെ കാലം നിയമവകുപ്പ് സഹമന്ത്രിയായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തെ ചൂണ്ടാമായിരുന്നു. എന്തോ അതിന് പകരം അക്കാമ ചെറിയാനെയാണ് അവര് തെരഞ്ഞെടുത്തത്. BJP അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർക്ക് വേറെ പോംവഴികളില്ല. പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ഒരു ഐക്കൺ പോലെ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ല. അതുകൊണ്ട് അക്കാമ ചെറിയാൻ. പക്ഷേ ശ്രീ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ, കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്ന പത്മജ വേണുഗോപാൽ, അതിന് നിന്നു കൊടുക്കരുതായിരുന്നു. അക്കാമ ചെറിയാനെ പോലുള്ള ഒരു ധീരായ സ്വാതന്ത്ര്യ സമര സേനാനിയെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു. അത് ആ പുണ്യ സ്മരണയോട് ചെയ്ത വലിയ അപരാധമായി പോയി. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പാടില്ലായിരുന്നു.